ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. ഇപ്പം ഞാനൊരു സ്ഥലത്തോട്ട് പോകാൻ കേട്ടോ, ജോലിയുടെ ആവശ്യമായിട്ടാണ്. ഞാൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കൊരു പണി നടക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പോൾ അവിടെ എനിക്ക് ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒത്തിരി ഡെവലപ്മെൻ്റ് ആവുന്ന സ്ഥലങ്ങളാണ്, ഒരു ബിൽഡിങ്ങും എല്ലാം വരുന്നത്. ഈ സൈഡൊക്കെ ഭയങ്കര പോഷായിട്ടുള്ള ഏരിയയാണ്. ഉണ്ടോ, വേറെ അവിടെ മെട്രോ പോകുന്നെങ്കിലൊക്കെ ട്രാമുണ്ട്. അതൊക്കെ കുറച്ചൊരു 2 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. അപ്പോൾ 1.5-2 കിലോമീറ്റർ വരും. അപ്പോൾ അതൊക്കെ പണിയിടൊക്കെയാണ്. നല്ല വെയിലാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹ്യൂമിഡിറ്റിയും കാര്യമാണ്. അതിൽ കൂടെയാണ് നടക്കുന്നത് കേട്ടോ. ഏകദേശം 12 മണിയാകാറായി. 11:30 12 മണി ആയിട്ടില്ല. അങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതൊക്കെ മണ്ണെടുത്തിട്ടൊക്കെ ഉണ്ടോ പണിക്ക്. വേറെ സ്ഥലത്ത് നമുക്ക് ഡ്രില്ല് ചെയ്തിട്ട് കൊണ്ടിടുന്ന മണ്ണാണ് കേട്ടോ. ഇതൊക്കെ മാറ്റിയൊരു പ്രോജക്റ്റൊക്കെ കഴിയുമ്പോൾ അടിപൊളിയാവും. പ്രത്യേകിച്ച് കണ്ട അപ്പുറമൊക്കെ കാണുന്ന ആ ബിൽഡിങ് പോലെയൊക്കെ ആവും കേട്ടോ. സെറ്റായിട്ട് വരും ഇവിടെ. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത. പണിയെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എങ്കിലും നല്ല ഒരു കച്ചടയും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് സൈറ്റിലോട്ടുള്ള റോഡ് എല്ലാം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. സമയത്തൊക്കെ നല്ല ഹ്യൂമിഡിറ്റിയാണ് ഉച്ച സമയത്ത്. പിന്നെ എന്നും പോകേണ്ടിയെന്ന് പറയത്തില്ല, ചില സമയത്ത് ഇങ്ങനെ പോകേണ്ടി വരും. വെളിയിൽ അപ്പോയിൻമെൻ്റൊക്കെ ഉണ്ടായി പോകേണ്ടി വരും. ആ സൈഡിലൊക്കെ നല്ല ബിൽഡിങ്ങുകളാണ് ഞാൻ വന്ന ഏരിയ. ഇത് ഓരോ സൈറ്റ് ഓഫീസാണ്. തൽക്കാലം ബിൽഡിങ്ങിന് പണിയുന്നതിന് വേണ്ടിയുള്ള കോമ്പൗണ്ടുകളാക്കി വെച്ചിരിക്കുകയാണ്. ഓരോ സൈറ്റുകൾ പണി സാധനങ്ങളും അതും ഇതൊക്കെ ഇടാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരു സൈറ്റിലോട്ട് പോകുന്ന റോഡാണ്. വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോകാം. ചില സമയത്ത് വണ്ടി അങ്ങോട്ട് കയറ്റി സെക്യൂരിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ ഇവിടെ ഭയങ്കരമാണ്. അപ്പം ഇതിപ്പോൾ സെക്യൂരിറ്റി അവിടെ സൈറ്റിൻ്റെ അവിടെ കാണും. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടേ അകത്ത് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു ബിൽഡിങ് പണിയിടൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഇനി ഒരു കൊല്ലമൊക്കെ ആകുമ്പോൾ അടിപൊളിയാവും. വലിയ ബിൽഡിങ്ങാണ്. ഇതുകൊണ്ടാണ് ലൈറ്റ് ഹൗസ് പോലുള്ളൊരു സംഗതിയാണ്. നമ്മൾ ഈ നാട്ടിലൊക്കെ BSNLൻ്റെ റിലയൻസ് അങ്ങനെയുള്ള അവരുടെ ഇതൊക്കെ ഇല്ലേ ഇത് വയ്ക്കുന്ന അതുപോലത്തെ ഇതാണ്. ചില വ്യത്യസ്തത്തിൻ്റെയൊക്കെ സാറ്റലൈറ്റൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്. ഇത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ ഒത്തിരി പണി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏകദേശം നമുക്ക് ജുമേറ ഏരിയയാണ്. ഇത് കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ കടലാണ് കേട്ടോ. നടന്ന് ഒത്തിരി ഉണ്ട് എങ്കിലും അവിടെയൊക്കെ ഒത്തിരി റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എനിക്ക് കയറേണ്ട സ്ഥലം എത്തി. ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് പോകുമ്പോൾ ബാക്കി സ്ഥലങ്ങൾ കാണിക്കാം കേട്ടോ. ഇതൊരു സൈറ്റാണ്, അകത്തോട്ട് പോകും. അങ്ങനെ ഞാൻ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇതാണ് പണി സൈറ്റുകൾ. ഇതെല്ലാം ഇനി ഡെവലപ്പാവും. ഉണ്ടോ, റോഡൊക്കെ വരുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടാണ് പോകാൻ വേണ്ടിയാണ് കേട്ടോ. ഈ സൈഡും എല്ലാ റോഡ് ഓരോ സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മണ്ണൊക്കെ എടുത്തിട്ട്
തിരിച്ചെനിക്ക് മെട്രോയിലോട്ടാണ് പോകേണ്ടത്. ഹിറ്റാച്ചി കിടക്കുന്ന ഹിറ്റാച്ചി. JCB കിടക്കുന്നു. ഇപ്പം മണ്ണുകൊണ്ട് അവിടെ നിന്നൊക്കെ കൊണ്ടിട്ടേക്കുന്നതാണ് കേട്ടോ. ആ ബിൽഡിങ്ങാണ് ഇപ്പം പണിയുന്നത്. നല്ല വെയില്. തറയിലിപ്പോൾ എൻ്റെ ഷൂസൊക്കെ ഇതാ കണ്ടോ, നല്ല മണ്ണ് പൊടിയായി. ഇവിടെയൊക്കെ എൻജിനീയേഴ്സൊക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ അവരെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. അവിടെ ഒത്തിരി വണ്ടികളൊക്കെ കിടപ്പുണ്ടുണ്ട്. ഇങ്ങനെ അവിടെ നിന്ന് സൈറ്റിൽ നിന്നൊക്കെ വെളിയിലിറങ്ങി കേട്ടോ. വീണ്ടും തിരിച്ച് ഞാൻ നടക്കുകയാണ്. കണ്ടോ അവിടത്തേക്ക് ബിൽഡിങ്. ഇവിടേക്ക് ഇനി ഒരു കൊല്ലമൊക്കെ കഴിയുമ്പം ഇതുപോലെ ആവും. നമുക്ക് സ്ഥലം പോലും മനസ്സിലാവത്തില്ല വരുമ്പോൾ. അത്രയ്ക്ക് ഡെവലപ്മെൻ്റ് ആയിരിക്കും ഈ ബിൽഡിങ്ങും. ബിൽഡിങ്ങൊക്കെ അതാകുമ്പോൾ ഈ മണ്ണും ഇതൊക്കെ മാറ്റി അവർ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കും വരുന്നത്. ഇതൊക്കെ എത്തിസലാത്ത് അങ്ങനെയുള്ള ഇതിൻ്റെ സാറ്റലൈറ്റുകളാണ് കേട്ടോ ഇത് ഈ നിൽക്കുന്നത്. ഇങ്ങനെ നടന്ന് മെട്രോയിലോട്ടാണ് പോകേണ്ടത്. റാമിൽ പോകണം. അവിടെ നിന്ന് നേരെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ തിരിച്ച് ഓഫീസിൽ. ഇത് ഇവിടെ കണ്ടായിരുന്നു നമ്മളെ സൈറ്റുകളിലോ നമ്മളെ റോഡിൻ്റെ സൈഡിലൊക്കെ വയ്ക്കുന്ന ഇങ്ങനെ ഡിവൈഡറാണ് കേട്ടോ. ഇതിൽ നമുക്ക് വെള്ളം നിറയ്ക്കേണ്ട ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഇത് വെള്ളം വേണമെങ്കിലും നിറച്ച് വയ്ക്കാം. എന്തെങ്കിലും വെയിറ്റ് വേണമെങ്കിൽ എവിടെയെങ്കിലും കാറ്റടിച്ച് ഇതിലേക്ക് പോകണമെങ്കിൽ വെള്ളം നിറച്ചൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. എല്ലാ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലോക്ക് പോലെ ഇട്ടിട്ട് സൈഡിൽ വയ്ക്കാൻ പറ്റും. വഴി ഇതിൻ്റെ സൈഡിലൊക്കെയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ നേരെ ഇപ്പം റോഡിലോട്ട് എത്തുക. കണ്ടോ സൈറ്റ് ഇതാണ്. നമ്മളങ്ങോട്ട് പോയത് കണ്ടോ. മെയിൻ റോഡ് എത്തി. അവിടുത്തെ എന്ത് ക്ലീനായിട്ട് കിടക്കുന്ന സൈക്കിൾ വെച്ചേക്കുന്ന കേട്ടോ. നമുക്ക് കണ്ടിട്ട് ഇത് നമുക്ക് ഞാൻ ഇന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാം. പക്ഷേ ഇത് സ്കാൻ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പോകാം. അതിൽ പേയ്മെൻറ്റ് വരും. അത് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡെബിറ്റ് ചെയ്യും. അതല്ലേ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി എനിക്ക് വണ്ടികൾ വരുന്ന കേട്ടോ. ഹൈവേ ആണ്. എനിക്ക് വന്ന വഴി തന്നെ നേരെ തിരിച്ച് മെട്രോയിൽ അങ്ങോട്ട് പോകണം. കാറിൽ കംപ്ലീറ്റ് കൂടിയാണ്. അതെല്ലാം ഇനി ഒന്ന് ഫ്രഷായിട്ട് വേണം പോകാൻ വേണ്ടി. കാറിൽ ഫുള്ള് വണ്ടികളൊക്കെ പോയി പൊടിയടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ നല്ല ചൂടും. ഇതാണ് അവിടെ വരുന്ന ബിൽഡിങ്ങുകളുടെ ഒരു സ്ട്രക്ചർ അവരിട്ടേക്കുന്നതല്ലോ. ആ പണി കിടക്കുന്ന സൈറ്റിൽ ഇത് കുറേ കൊല്ലങ്ങൾ കാണുമ്പോൾ ഇതുപോലെ ഇരിക്കും. അവിടെ വലിയൊരു ലക്ഷറി ഹോട്ടലാണ് കേട്ടോ. റിസോർട്ട്. എല്ലാം കാറുകളൊക്കെ കണ്ടോ സൈഡിൽ കിടക്കുന്ന എല്ലാം പോർഷ് കാർ. നല്ല വിലയുള്ള കാറുകളാണ് ഒത്തിരി കിടപ്പുണ്ട്. വലിയ ബിൽഡിങ്ങാണ്. കല്ല് നിരത്തേക്കുന്നുണ്ടോ. ഇത് ബിസിനസ് സെൻ്ററാണ് കേട്ടോ. വലിയൊരു ബിൽഡിങ്ങാണ്. ഇവിടെ അവിടെയാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. അങ്ങനെ തറയിലൊന്നും എല്ലാം ക്ലീനാണ്. ദുബായിലെങ്ങനെയാണ് ഒരു ഷവർ പോലും ആരും ഇടത്തില്ല. ഇതൊരു വലിയൊരു ബിസിനസ് ടവറാണ് കേട്ടോ.
ATM എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതാ, ഇതെല്ലാം ഇങ്ങനെ ഒത്തിരി സൈക്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ആ സൈഡ് ഇങ്ങനെയാണ്. ഇത് ചവറിടാൻ വേണ്ടിയുള്ള ഇതാണ് കേട്ടോ. ഇവിടെ സ്മോക്ക് ചെയ്തിട്ടൊക്കെ കുറ്റി ഇങ്ങനെ വയ്ക്കാം. ബാക്കിയുള്ളത് ഇങ്ങനെ ഇടാൻ പറ്റും നമുക്ക്. ഇത് കാർ പാർക്കിങ്ങിൻ്റെ ഇടേണ്ട ഇതാണ് കേട്ടോ. കാർ പാർക്കിങ് നമുക്ക് ഓരോ നമ്പർ കാണും, ഓരോ ഏരിയയ്ക്ക് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കണ്ടോ അതിൽ ഇടണം. അല്ല മെസ്സേജായിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഇത് ഏതെങ്കിലും മൊബൈൽ ബില്ല് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഹോസ്പിറ്റലാണ്. കാറുകൾ നാട്ടിലൊക്കെ ഈ കാറുകളൊക്കെ ഉണ്ടോ? നമുക്ക് കമൻ്റ് ഇടുക കാണുന്നവർ. ഇനി കുറേ നടക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിക്കാം. റെസിഡൻസ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ. റെസിഡൻസ് കൊണ്ട് പിന്നെ ബിസിനസ് സെൻറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെയാണ് ബിൽഡിംഗ്. ഇതും അതുപോലെ തന്നെ ബിസിനസ് സെൻറ്റേഴ്സാണ്. ഇത് കുറേയൊക്കെ റെസിഡൻസ് അപ്പാർട്ട്മെൻറ്റും കാണും. അതിലൂടെ തന്നെ ചില ബിസിനസ് ഓഫീസേഴ്സൊക്കെ ഓഫീസും എല്ലാം ഉണ്ടാവും കേട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റാണ് ചൈത്രം എന്ന് പറഞ്ഞിട്ട്. ഇത് അതുകൊണ്ട് ഇനി വേണ്ടോ, അത് അകത്തൊന്ന് കയറി കഴിഞ്ഞാൽ കുറച്ചൊന്ന് AC കൊണ്ട് തണുക്കാം. എന്തെങ്കിലും സാധനം വാങ്ങിയാൽ മതി. അകത്തൊന്ന് കയറിയിട്ട് ഇറങ്ങാം. അകത്തെ വീഡിയോ കാണിക്കാൻ പറ്റില്ല, എന്തായാലും അകത്തോട്ടൊന്ന് കയറാം.